ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 പച്ചക്കായി, 3 ക്യാരറ്റ്, കുറച്ചൊരു 5-6 കോവക്ക, കൊത്തവര, 3 പച്ചമുളക്, ഒരു കൈപ്പക്കയാണ് എടുത്തിന്, ഒരു കൈപ്പക്ക, ഒരു പീസ് വെള്ളരിക്ക കഷ്ണം എടുത്തിന്, ഒരു 2-3 മുരിങ്ങക്കായി എടുത്തിന്. ഇത് മുറിച്ചിട്ടാണ് ഇങ്ങനെ. ഇതെല്ലാം കഴുകി മൊത്തമെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി വെച്ചതാണ്. നമുക്കിത് മുറിച്ചിടാം ഇനിയെ. എല്ലാം ഒന്നിച്ച് തന്നെയാണ് മുറിച്ചിടുന്നത്. ഈ ഒരു നീളത്തിലാണ് ഞാൻ കൈപ്പക്ക എടുത്തിന്. എല്ലാം ഇതേ ഒരു നീളത്തിൽ തന്നെയാണ് എടുക്കുന്നത്. പച്ചമുളകും കൊത്തവരയും കോവയ്ക്കയും വെള്ളരിക്കയും പച്ചക്കായി, മുരിങ്ങാക്കോല്, ക്യാരറ്റ്, കൈപ്പക്ക, ഇതെല്ലാം നമ്മൾ ഈ 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇടുന്നത്. ഇതിലിട്ടിട്ട് ഒറ്റ വിസിൽ, എല്ലാം കൂടെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒറ്റ വിസിലാണ് ആക്കുന്നത്. കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിനെ. എന്നിട്ടിതാ ഈ ഇത്ര പോരം കല്ലുപ്പ് ഇട്ട് കൊടുത്തിനെ. ഇതാ ഇത്ര പോരം മഞ്ഞൾപ്പൊടി, ആ പച്ചക്കറിയെല്ലാം വെന്ത് വരാൻ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിനെ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇങ്ങനെ കുലുക്കി മിക്സ് ആക്കുക. എല്ലാം മിക്സാക്കി വെച്ചിനെ. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിനെ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിന്. എന്നിട്ട് ഒരു വിസിലാവുന്നവരെ, വിസിലടിക്കുന്നവരെ നിൽക്കാം. ഒരു വിസിൽ വന്നിനെ. അതിനുള്ള അരപ്പിലേക്ക് ഒരു വലിയ തേങ്ങ എടുത്തിനെ. 2 മുറിയും ഈ ഒരു വലിയ തേങ്ങ മൊത്തത്തിൽ നമുക്ക് ചിരവി എടുത്തിട്ട് വരാം. ആ കുക്കർ നമ്മൾ തുറന്നേരം ഇങ്ങനെ ആയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല കഷ്ണങ്ങളെ. നമുക്ക് ഇതിലേക്കില്ല അരപ്പ് തയ്യാറാക്കാം. ഇത്രയും തേങ്ങ കിട്ടീനെ എനിക്ക് ചിരവി തരാം. നമുക്ക് മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 12 കുഞ്ഞുള്ളി എടുത്തിനെ. കുഞ്ഞുള്ളി, ഈ ഒരു ഉണ്ട, ഈ 2 ഉണ്ട വെള്ളുള്ളി എടുത്തിന് കേട്ടോ. ഇത്ര പോരം വെളുത്തുള്ളിയാണ് കിട്ടീന്. ഈ കുഞ്ഞുള്ളി ഇല്ലേ, അത് ജാറിലിട്ട് കൊടുത്തിനെ. അതിൻ്റെ കൂടെ തന്നെ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിനെ. നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം, ചതച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ടേ, ഒന്ന് ചതച്ചെടുക്കുക. ചതച്ച് ഇങ്ങനെ ചതച്ചെടുത്തിനെ. ഇനി ഇത് നമുക്ക് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങേൻ്റെ അരപ്പും കൂടെ ഇട്ടിട്ടാകുമ്പോൾ മിക്സാക്കി കൊടുക്കാം. ഇനി ഈ ജാറിൽ തന്നെ നമുക്ക് തേങ്ങയും ചതച്ചെടുക്കണേ. നല്ലോണം അരിയൊന്നും വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചതച്ചെടുക്കുക. ഇതൊന്ന് നമുക്ക് 1 സ്പൂണ് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചതച്ചെടുക്കുക. ഈ ഒരു പരുവത്തിനാണ് ചതച്ചെടുത്തിന്. ഇനി ഇത് നമുക്ക് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ കുക്കറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിന്. ഇതൊന്ന് ഇങ്ങനെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുക്കർ ഇങ്ങനെ പിടിച്ച് കുലുക്കിയാലും മതി. സ്പൂണിട്ടിട്ട് ഇളക്കുമ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം വേണമെങ്കിൽ ഒന്ന് ഉടഞ്ഞു പോവും. മുരിങ്ങാക്കൈയെല്ലാം വേണമെങ്കിൽ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുക്കർ പിടിച്ച് ഇങ്ങനെ കുലുക്കിയാൽ മതി. കുലുക്കി എടുത്താൽ മതി. നമുക്കിതൊന്ന് തൈര് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഞാൻ ഈ 1 പാക്കറ്റ് തൈര് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അര പാക്കറ്റ് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.5 പാക്കറ്റ് തൈരാണ് ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തൈര് എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് മെല്ലേനെ ഇളക്കണേ. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ട് തൈരിൻ്റെ ആ ഒരു വെള്ളം മാത്രമേ ഇല്ലൂ കേട്ടോ.
ഇനി ഇതൊന്ന് തിളക്കാൻ വെക്കേ. നമുക്ക് ആ തേങ്ങേൻ്റെ ആ ഒരു ഇതെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം. എന്നിട്ട് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണേ. നേരത്തെ ഇട്ട് കൊടുത്ത ഉപ്പ് മതിയായോ, ഇനി കൂടുതൽ ഇടണോന്ന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഈ സമയത്ത് എനിക്ക് ആ ഉപ്പ് മതിയായിട്ടില്ലേ, ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിന്. ആ തൈരിൻ്റെ പുളി വരുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് നല്ലോണം ഉപ്പ് വേണേ. തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരുപടി കറിവേപ്പില ഇട്ട് കൊടുത്തിനെ. ചോറോ? ചോറിലാണോ ഉപ്പിട്ട് കൊടുക്കുന്നേ? ഇവിടെ എന്താ? ആരാ തേങ്ങ കട്ട് തിന്നേ? ആമി. ഇതാ ഞാൻ അവിടെ ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണേ ഇത്. എന്താ ആമിൻ്റെ കറിയിൽ ഉപ്പ് നോക്കാൻ തന്നെ നമുക്ക്. നല്ല ഉപ്പുണ്ട്, സൂപ്പർ. തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം തിളക്കാൻ വിട്ടാൽ നമ്മളെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും കേട്ടോ. ഈ ഒരു തിള വന്നിനെ. ഇനി നമുക്ക് കുക്കർ ഓഫാക്കിയിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, പച്ച വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 തവി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ അവിയൽ റെഡിയായേ.